ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ സുഖമായിരിക്കുന്നു. ഇത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ചക്കൻ്റെ സീസൺ ആയല്ലോ. അതുപോലെ തന്നെ ചക്കയ്ക്ക് ഇപ്പോൾ ഭയങ്കര വാല്യൂ ആണെന്നും കൂടി പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇഷാനാണ്. ലിനീഷേട്ടൻ വരുമ്പോൾ ഒരു ചെറിയ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇഷാന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ഭക്ഷണമൊന്നും വേണ്ട, ചക്ക മാത്രം മതി, അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മളൊരു ഇടിച്ചക്ക ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഒരു ദിവസം കൊത്തി നോക്കി. അപ്പം അതിൻ്റെ അകത്ത് ചുളയൊന്നും ഇല്ലാത്ത കൊണ്ട് ഫുൾ ഓഫ് കരച്ചിലായിരുന്നു കുറേ ദിവസം. അങ്ങനെ ഇന്ന് റോട്ടിൽ വരുമ്പോൾ ലീഷേട്ടൻ കണ്ടപ്പോൾ വാങ്ങിയതാണ്. വാങ്ങി ഇവിടെ എത്തിയ പാട് ഇഷാൻ ആദ്യം അതൊന്ന് മുറിച്ച് കൊടുക്കണമെന്നായി. അപ്പം അങ്ങനെ മുറിച്ച് കൊടുത്ത് കഴിയുമ്പോൾ ചങ്ങായി അവിടെ നിന്ന് മാറുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. ലിനീഷേട്ടനാണെങ്കിൽ കൊടുക്കുന്നുമില്ല, അതൊന്ന് കൊതിപ്പിച്ച് നടത്തുക. പാവമാണ്. പക്ഷെ ഭയങ്കര നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇവൻ പ്ലേറ്റും പിടിച്ച് അവിടെ തന്നെ കാത്ത് നിപ്പായി. കുറേ നേരം കാത്തിൻ്റെ ഒടുവിൽ ഒരു ചോള കിട്ടി. അത് കിട്ടിയ പാട് എടുത്തങ്ങ് ആർക്കും കൊടുക്കണ്ട. ഇപ്പം അടുത്ത ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി ചോദിച്ചു ഓളെ എങ്ങനെയോ രക്ഷപ്പെട്ട ഒരു സൈഡിലെത്തി. വീണ്ടും തിരിച്ചു വന്ന് കാണിക്കുന്ന കണ്ടില്ലേ, കൊതിയനാണ് കൊതിയൻ. അപ്പം അങ്ങനെ ചക്ക എടുത്തിട്ട് ഇഷാനങ്ങ് പോയി. ഇനിയിപ്പോൾ ബാക്കി ലിനീഷേട്ടൻ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചക്ക പൊതുവേ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആളാണ്. പാവാണ് ഇഷിത പ്ലേറ്റും പിടിച്ചിങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് കിട്ടുമോയെന്ന് വിചാരിച്ചിട്ട് നോക്കി നിൽക്കുകയാണ്. ഞാൻ ചക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഇങ്ങനെ കുറേ ചക്കകൾ കിട്ടും. ചക്കയ്ക്ക് ഒരു പഞ്ഞുമില്ല. ചെറുതിൽ ചക്ക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ കളിക്കും. അതിൽ കുരുവെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എരിഞ്ഞ് അങ്ങനെയൊക്കെ കളിക്കും. കാരണം വെച്ചാൽ അത്രയ്ക്ക് ചക്ക ഉണ്ടാവും. എൻ്റെ നാട് കുടകാണല്ലോ. കുടകിൽ വരുമ്പോൾ ചക്കയ്ക്ക് ഒരു കുറവുമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരുപാട് ചക്കയുണ്ട്. എല്ലാം ഇങ്ങനെ വേസ്റ്റായി പോകുമല്ലാതെ ആര് കഴിക്കാറൊന്നുമില്ല. കുറച്ച് ആൾക്കാർ കുറച്ച് സമയത്ത് കഴിക്കും. പക്ഷെ ഇവിടെ കേരളത്തിൽ ഇപ്പം ഇത്ര വേഗം കൊണ്ട് പഴുത്ത് കിട്ടുന്ന ചക്ക എൻ്റെ നാട്ടിലാണെങ്കിൽ ഏകദേശം മഴക്കാലൊക്കെ പിടിക്കുമ്പോഴാണ് ഇത് പഴുത്ത് കിട്ടുക. അപ്പോൾ ആ സമയമാകുമ്പോൾ ആർക്കും വേണ്ടെന്താനും. പിന്നെ കുറേ അമ്മ അങ്ങ് ചക്കൻ്റെ അടയൊക്കെ ഉണ്ടാക്കും. കുറച്ചൊക്കെ അങ്ങനെ കഴിക്കും. പിന്നെ ചെറിയ പ്രായത്തിലാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം അതിൻ്റെ ഒരു ഇതൊന്നുമില്ല. ശരിക്കും വെച്ചാൽ പണ്ട് നമ്മളെ കാലത്തിലുള്ള പോലെയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു എൻജോയ്മെൻറ്റും കിട്ടുന്നില്ല. അത് എന്താ പറയുക, എൻജോയ് ചെയ്തിട്ട് അവർക്ക് അത് ആഗ്രഹിച്ച പോലെ കഴിക്കാനോ ജീവിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ലിനീഷേട്ടൻ അവിടുന്ന് ചക്കനെ മെരിക്ക് സ്റ്റൈലാക്കി കൊണ്ടുവരിക. അപ്പോൾ ചക്കക്കുരു കിട്ടിയപ്പോൾ ഈഷിതയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കറി, ചക്കക്കുരുവിൻ്റെ. അപ്പോൾ നമ്മൾ ചക്കക്കുരു മുരിങ്ങയൊക്കെ ഇട്ട് കറി വെക്കലുണ്ട്, നല്ല രസം ഉണ്ടാവും. അതിന് ചെമ്മീനും കൂടി ഇടുമെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ചെമ്മീൻ ഇതുവരെ ഇട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുരു കൊണ്ടുവന്ന് ഇഷിത ക്ലീനാക്കാൻ തുടങ്ങിയിട്ടാകുമ്പോൾ അതിൻ്റെ ഒരു കുരു കുട്ടാപ്പിൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ കുട്ടാപ്പി കയ്യിൽ കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ അകത്തോട്ടൊന്നും ചെല്ലണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് കേട്ടോ. ഇരുന്ന് വീഡിയോ എടുക്കുന്നത് അവന് മനസ്സിലായി. അവൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് അത് വായിലിടാൻ തുടങ്ങി. പിന്നെ എന്തെങ്കിലും അത് അകത്തോട്ട് പോകുന്നില്ല, പുറത്തോട്ട് തന്നെ വീഴുന്നുണ്ട്. അതൊരു സമാധാനമുണ്ട്. അങ്ങനെ ഫൈനലി ലിനീഷേട്ടൻ അതിനെ മെരിക്ക് നല്ല സുന്ദരിയാക്കിയിട്ട് ട്രെയിൽ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാണുമ്പോൾ ശരിക്കും വെച്ചാൽ ഭയങ്കര നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. കൊതിയൻ ഇഷാൻ ഇവിടെ എവിടെയെങ്കിലും കാണുമോ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത്. ഇതിനെ സൈഡിലൂടെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമയം എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നൊന്നുമില്ല അതിനും. ഇപ്പം പതുക്കെ ഓരോരു കൈ ഇങ്ങനെ വരുന്നത് കാണാം. അത് കണ്ടില്ലേ. അപ്പോൾ ലിനീഷേട്ടൻ അതിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇരിക്കുന്ന അതിൻ്റെ കുരു അടക്കം ഇങ്ങനെ കാണിച്ചു തരാണ്. കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. എന്തെങ്കിലും കാണുന്നവരെ വായിൽ എന്തെങ്കിലും വെള്ളം വരും, ഒന്ന് കഴിച്ചു നോക്കാന്ന് തോന്നും. അപ്പോൾ അങ്ങനെയാണ് ഇന്നലത്തെ നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു. ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതുപോലെ ലോങ് വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ 2-3 പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൊണ്ട് ഇപ്പോൾ തീരെ സമയം കൂടി കിട്ടാറില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈശാൻ്റെ ചിരിയൊക്കെ കണ്ടില്ലേ, ചക്കനെ കണ്ടപ്പോൾ തോന്നിയ ഒരു ചിരിയാണ് അവന്. ഇനിയിപ്പോൾ ലിനീഷേട്ടൻ ഒന്നും നോക്കിയില്ല, കഴിക്കാൻ തുടങ്ങി. ഇഷിതി അത്ര എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത്. കുട്ടാപ്പി ആണെങ്കിലും സമ്മതിക്കുന്നുമില്ല.
അവര് കഴിക്കുമ്പോൾ കുരു എടുക്കുക, ചുള എടുക്കുക. അത് ഇപ്പൊ കഴിക്കാൻ സമ്മതിക്കില്ല. എന്താ പറയാ, ഫുള്ളിപ്പോ വലിയ ആളായി കേട്ടോ. ഇപ്പൊ എണീറ്റ് നിൽക്കാന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇതാണ്. ഏത് സമയത്തും ഇവന്റെ കൂടെ തന്നെ ഇങ്ങനെ നിക്കണം ഒരാള്. അത്രയ്ക്ക് കുരുത്തക്കേടൊന്നുമില്ല. പക്ഷെ എന്നെങ്കിലും ഇവര് മക്കള് രണ്ടാള് സ്കൂളിൽ പോയി കഴിഞ്ഞാല് പിന്നെ ഇവൻ ഒറ്റയ്ക്കായില്ലേ, അപ്പൊ ആ ഒരു വിഷമവും കാര്യമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇവര് വന്ന സമയത്ത് ആണ് അതിന്റെ ബോറടി കാര്യങ്ങളൊക്കെ അവൻ മാറ്റി ഇങ്ങനെ കളിക്കും. പിന്നെ അവന് ഉറക്കമെന്ന് പറയുന്നത് തീരെ ഇല്ല. പിന്നെ രാത്രിയാണെങ്കിൽ 2 മണിയേറ്റ കിടന്നുറങ്ങും. പക്ഷെ രാവിലെ ഒരു 10:30 വരെ കിടന്നുറങ്ങും കേട്ടോ. ആ സമയത്ത് കിടന്നുറങ്ങിയാൽ അപ്പം അതുകൊണ്ട് എനിക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ലിനീഷേട്ടൻ ഞാൻ കഴിക്കുന്നതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അപ്പം എന്നെ വിളിക്കുകയാണ്, വന്നോ കഴിച്ചോന്ന്. ഒരു സമയം വരെ കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അത് മടുക്കും. അങ്ങനെ ചക്ക ഒരുപാട് ഉണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഞാനും കൂടി ചെന്ന് കഴിച്ചു നോക്കി. പിന്നെ ചക്ക കഴിച്ചിട്ട് ബാക്കിയുള്ള ചക്ക എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ചക്ക വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ ഇനി അടുത്ത് ഇതുപോലെ തന്നെ വേറെ ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.